റവ കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സ്വീറ്റ്സിന്റെ ലിസ്റ്റ് എടുത്താൽ റവ കേസരി ഇതേ അങ്ങ് ടോപ്പ് 5 ഉണ്ടാവും കേട്ടോ. ദീപാവലിക്കാണ് വരുന്നത്. സ്വീറ്റ്സ് ഇല്ലാതെ നമുക്ക് എന്താഘോഷം അല്ലേ? നമുക്ക് 1 കപ്പ് റവ എടുക്കാം. ഇനി പാനിൽ 4 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി 1 കൈപ്പിടി അളവിൽ കാഷ്യൂസും ഉണക്കമുന്തിരിയും ചേർത്ത് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്യാം. ശേഷം നമുക്ക് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതേ സെയിം പാനിൽ റവ ചേർത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റവ നല്ലോണം ചൂടായി ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മാത്രം മതി. അന്നേരം നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതേ സെയിം പാനിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ കളറിനും ഒരു ഫ്ലേവറിനും കൂടി വേണ്ടിയിട്ട് കുങ്കുമപ്പൂവ് 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ കുതിർത്തതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. കുങ്കുമപ്പൂവ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ കളർ യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ 2 തുള്ളി മഞ്ഞൾപ്പൊടി യൂസ് ചെയ്താലും മതി. വറുത്ത റവ തട്ടിയിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവിടാണ്ട് ഇളക്കാട്ടോ. റവ ഒന്ന് കുക്കായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നല്ലോണം ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം. ഈ ഒരു പരുവത്തിൽ എത്തുമ്പോഴത്തേന് വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും എല്ലാം കൂടി ചേർത്ത് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കട്ടിയാവണ്ട, ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായാൽ മതി കേട്ടോ. എന്നാ ടേസ്റ്റ് ആണെന്നറിയോ?